കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ യാത്ര ഇവിടെ വെച്ചിട്ടായിരുന്നു നിർത്തിയത്. അപ്പൊ ഇന്നത്തെ യാത്രയും ഇവിടുന്ന് തന്നെ തുടങ്ങാം. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് രാത്രി 8 മണിക്ക് ഫ്ലൈറ്റ് എടുത്തപ്പോൾ ഉള്ള വ്യൂ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. നമ്മൾ ആകെ 2 സീറ്റ് മാത്രമേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഫ്ലൈറ്റ് ഫുൾ അല്ലാതിരുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു റോ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് പൊങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കുടിക്കാൻ ജ്യൂസും പിന്നെ കഴിക്കാനായിട്ട് സ്നാക്സും കിട്ടിയിട്ടുണ്ടായി. എക്സ്ട്രാ ആയിട്ട് ഈ ഒരു സീറ്റ് കിട്ടിയത് എന്താണെങ്കിലും വളരെ ഉപകാരമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞിച്ചക്കനെ ഇതിനകത്ത് ഇരുത്തിയിട്ട് അവന് ഇവിടെ ഇരുന്ന് കളിക്കാനും വരയ്ക്കാനും ആയിട്ടൊക്കെ ഇഷ്ടംപോലെ സ്ഥലം. അങ്ങനെ വിശന്ന് പൊരിഞ്ഞിരുന്ന സമയത്താണ് ഫസ്റ്റ് മീൽ കിട്ടിയത്. ഫ്ലൈറ്റ് കയറുന്നതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നല്ല വിശപ്പായിരുന്നു. ഇതാണെങ്കിൽ വലിയ ക്വാണ്ടിറ്റി ഒന്നും ഇല്ല, പിന്നെ എല്ലാ സാധനവും ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. ഞാൻ ചൂസ് ചെയ്തത് നോൺ വെജ് മീൽ ആയിരുന്നു. അതിൽ ഈ റൈസും പിന്നെ ചിക്കനും കൊള്ളായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു പുഡിംഗ് ആണ്. നല്ല വിശപ്പുള്ളത് കൊണ്ടാന്ന് തോന്നുന്നു ഇതിന് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായി. അങ്ങനെ ഫുഡും കഴിച്ച് നന്നായിട്ടൊന്ന് ഉറങ്ങിയപ്പോഴേക്കും ഏകദേശം മുംബൈയൊക്കെ എത്താറായിട്ടുണ്ടായി. ടോട്ടൽ നമ്മൾ 8.5 മണിക്കൂറാട്ടോ ഈ ഒരു ഫ്ലൈറ്റിൽ ഇരിക്കേണ്ടത്. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കിട്ടി. പക്ഷെ അത് കഴിക്കാനായിട്ടുള്ള വിശപ്പൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് അതിന് അത്ര ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നീണ്ട ഒരു 8.5 മണിക്കൂറത്തെ ഫ്ലൈറ്റിന് ശേഷം നമ്മൾ മുംബൈ എത്തിയിട്ടുണ്ട്. ഫ്ലൈറ്റ് വന്ന വഴി കണ്ടോ? നേരെ വരേണ്ട ഫ്ലൈറ്റ് വളഞ്ഞു തിരിഞ്ഞൊക്കെയാണ് വന്നേക്കുന്നത്. മേ ബി യുദ്ധമൊക്കെ നടക്കുന്നതുകൊണ്ടായിരിക്കും. ഫ്ലൈറ്റിന്റെ വിൻഡോ സീറ്റിൽ ഇരുന്ന് ഈ ഒരു കാഴ്ച, അതാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ്. ഇനിയിപ്പോ എത്ര ഉറക്കക്ഷീണത്തിലാണെങ്കിലും ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴേക്കും സമയം പോണതേ അറിയില്ല. അങ്ങനെ നമ്മളിത് മുംബൈയിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. മുംബൈയിൽ നിന്ന് നമുക്കിനി ഒരു ഫ്ലൈറ്റും കൂടെ കയറാനായിട്ടുണ്ട്, അതായത് നമ്മുടെ കൊച്ചിയിലേക്ക്. ഒരു 4-5 മണിക്കൂർ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തിട്ട് വേണം അടുത്ത ഫ്ലൈറ്റ് പിടിക്കാനായിട്ട്. ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോഴേക്കും നല്ല ക്ഷീണവും വിശപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എയർപോർട്ടിനകത്തുള്ള ആദ്യത്തെ കടയിൽ നിന്ന് തന്നെ ഫുഡ് വാങ്ങി. ഇത്രയും സാധനത്തിന് 1700 രൂപ ആയത് പോട്ടെ, ഒരു ടേസ്റ്റും ഇല്ലാതിരുന്നോണ്ടേ ഒരെണ്ണം പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ആയതുകൊണ്ടേ സമയം പോകുന്നതേ ഉണ്ടായിരുന്നില്ല. ഇനിയും ഒരു 3-4 മണിക്കൂർ കൂടെ ഉണ്ട് ഫ്ലൈറ്റിൽ കയറാനായിട്ട്. ഫ്ലൈറ്റിൽ നിന്ന് ശരിക്കും ഉറങ്ങാൻ പറ്റാതിരുന്നോണ്ട് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ കുറെ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫ്ലൈറ്റിൽ കയറാനായിട്ട് സമയമായി. അങ്ങനത്തെ ഫ്ലൈറ്റും എടുത്തു. നേരത്തെ വന്നത് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആണെങ്കിൽ ഇത് ഡൊമസ്റ്റിക് ആണ്. ഇതൊരു ചെറിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഇതിൽ സ്ക്രീനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലെഗ് സ്പേസും വളരെ കുറവായിരുന്നതുകൊണ്ട് വലിയ സുഖമൊന്നും ഇല്ലായിരുന്നു ഇതിൽ ട്രാവൽ ചെയ്യാനായിട്ട്. പിന്നെ 2-3 മണിക്കൂറല്ലേ എന്നോർത്തിട്ട് സമാധാനപ്പെട്ട് അങ്ങനെ ഇരുന്നു. ഇതിലും ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാനായിട്ട് കഷ്ടപ്പാടായതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. ഫ്ലൈറ്റിൽ നിന്ന് സൺസെറ്റ് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അങ്ങനെ നീണ്ട 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം കൊച്ചി എത്തി. നല്ല ക്ഷീണവും തളർച്ചയും ഉണ്ടെങ്കിലും നാട്ടിലെത്തിയതിന്റെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ തൽക്കാലം ഞാൻ ഇവിടെ വെച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോസിലൊക്കെ കാണാം കേട്ടോ. ബൈ ബൈ.